Good morning, dear children. Welcome to our English class. Today, we are going to enter into our fifth unit. The name of our unit is Harmony of Life. What is harmony? Harmony means mixing different elements to make it a single unit. അതായത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ചേർത്തിട്ട് ഒരുമിച്ചിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് ഹാർമണി എന്ന് പറയുന്നത്. സോ ദ തീം ഓഫ് അവർ യൂണിറ്റ് ഇസ് ഹാർമണി ഓഫ് ലൈഫ്. And here in this unit we are going to study 3 lessons. First one, it's a story, then second one is an essay, and third one it's a poem. Okay, so in the beginning you can see in your text there is a definition given by WHO about our health. So I will read that definition. Good health is a state of complete physical, social and mental well-being, and not merely the absence of disease or infirmity. Good health. What is good health? It is a state of complete physical, social and mental well-being. അതായത് ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരവസ്ഥയാണ്. കംപ്ലീറ്റ് ഫിസിക്കൽ, ശാരീരികമായിട്ടും സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും ഉള്ള ഒരു വെൽനെസ്, അതാണ് ഗുഡ് ഹെൽത്ത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അസുഖമില്ലാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ മാത്രമല്ല, but there should be a well-being in physical, social and mental condition. Health is a resource for everyday life, not the object of living, and is a positive concept emphasizing social and personal resources as well as physical capabilities. So health is a positive concept. It emphasizes, it gives importance to our social and personal resources as well as our physical capabilities, physical abilities. So this is the definition given by WHO, and we will discuss about the introduction of this unit. This holistic concept of wellness is the basic premise of the unit Harmony of Life. Holistic means overall. So the overall concept of this wellness is the theme of our unit, Harmony of Life. It contains a short story, a poem and an essay. And today we are going to study the short story Gooseberries, written by Anton Chekhov. So let us go into our first lesson of this unit, that is Gooseberries. It is written by Anton Chekhov. Chekhov's Gooseberries is a story of two brothers who pursue happiness in their own ways. So this is a story of two brothers. രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. ആൻഡ് ദേ ആർ പെർസ്യൂയിങ് ഹാപ്പിനെസ് ഇൻ ദെയർ ഓൺ വേസ്. അവർ അവരുടേതായ രീതിയിൽ, ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ അവരുടേതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ആളുകൾ. സോ ഹിയർ ദീസ് ടു ബ്രദേഴ്സ് ദേ ആർ പെർസ്യൂയിങ് ഹാപ്പിനെസ് ഇൻ ദെയർ ഓൺ വേസ്. അവരുടേതായ വഴികളിൽ എന്താ ചെയ്യുന്നത്, അവരുടെ ഒരു സന്തോഷം കണ്ടെത്തുകയാണ്. ദ സ്റ്റോറി പ്രൊവൈഡ്സ് ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് ടു എക്സാമിൻ ക്രിട്ടിക്കലി ദ വേസ് ദേ ഹാവ് ചോസൺ. ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ആംപിൾ ഓപ്പർച്യൂണിറ്റി, ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സാമിൻ ക്രിട്ടിക്കലി ദ വേസ് ദേ ഹാവ് ചോസൺ. അവർ തിരഞ്ഞെടുത്തിട്ടുള്ള വഴികളിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ, ക്രിട്ടിക്കലി നമുക്ക് എക്സാമിൻ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഈ സ്റ്റോറിയിൽ കിട്ടുന്നുണ്ട്. ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദേ അറ്റൈൻ ദെയർ ഗോൾ ഈസ് ഓൾസോ വർത്ത് കൺസിഡറിങ്. അങ്ങനെ അവർ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഒരു എയിം, അതായത് അവരുടെ ഹാപ്പിനെസ്സിലേക്ക് എത്താനുള്ള ആ ഒരു പരിശ്രമത്തിൽ, അതിൽ ആ ഒരു എയിം എത്താൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ദാറ്റ് ഈസ് ഓൾസോ വർത്ത് കൺസിഡറിങ്. അതും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ യു ഓൾ നോ വാട്ട് ഇസ് ഗൂസ്ബെറി. ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നെല്ലിക്കയാണ്, ബട്ട് ദിസ് ഇസ് എ റഷ്യൻ സ്റ്റോറി. അപ്പോൾ റഷ്യയിലുള്ള ഒരു പ്രത്യേകതരം ഫ്രൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നെല്ലിക്ക എന്നുള്ള ഒരു മീനിങ്ങിൽ തന്നെ എടുക്കാം. ഓക്കെ, ആൻറ്റൺ ചെക്കോ ഹീസ് എ റഷ്യൻ റൈറ്റർ. നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഇസ് ദ ബയോഗ്രഫി ഓഫ് ആൻറ്റൺ ചെക്കോ? ഹി ഈസ് എ റഷ്യൻ ഫിസിഷ്യൻ, ഡ്രാമാറ്റിസ്റ്റ് ആൻഡ് റൈറ്റർ. ചെക്കോവ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം ഏറ്റവും പ്രശസ്തനായിട്ടുള്ള റഷ്യയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഹി ഹാസ് റിട്ടൺ മെനി സ്റ്റോറീസ്. ഹിസ് കരിയർ ആസ് എ ഡ്രാമാറ്റിസ്റ്റ് പ്രൊഡ്യൂസ്ഡ് 4 ക്ലാസിക് ആൻഡ് ഹിസ് ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറീസ് ആർ ഹെൽഡ് ഇൻ ഹൈ എസ്റ്റീം ബൈ റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളൊക്കെ ഒരു റോയൽ ടച്ചുള്ള കഥകളാണ്. ആൻഡ് ഇറ്റ് ഇസ് ഇൻ ഹൈ എസ്റ്റീം ബൈ റൈറ്റേഴ്സ്. അപ്പോൾ എല്ലാ റൈറ്റേഴ്സും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പുകഴ്ത്തിയിരുന്നു. സോ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു അവർ ലെസൺ. Gooseberries. From early morning, the sky had been overcast with clouds. The day was still, cool and wearisome, as usual on grey, dull days when the clouds hang low over the fields and it looks like rain which never comes. From early morning, the sky had been overcast.
അതായത് ഏർലി മോർണിംഗ് മുതൽ, രാവിലെ മുതൽ തന്നെ ആകാശം നിറച്ച് ക്ലൗഡ്സ് ആണ്. ഓവർകാസ്റ്റ് മീൻസ് കവേർഡ്. ദ സ്കൈ ഇസ് കവേർഡ് വിത്ത് ക്ലൗഡ്സ്. ദ ഡേ വാസ് സ്റ്റിൽ കൂൾ ആൻഡ് വെയറിസം. അപ്പോൾ ആ ഒരു പകൽ മുഴുവനും കൂൾ, ഇറ്റ് വാസ് സോ കൂൾ, ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. ആൻഡ് വെയറിസം മീൻസ് ഒരു തരം ബോറിംഗ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ. ആസ് യൂഷ്വൽ ഓൺ ഗ്രേ ഡൾ ഡേയ്സ് വെൻ ദ ക്ലൗഡ്സ് ഹാങ് ലോ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് റെയിൻ. അത് മഴമേഘങ്ങളൊക്കെ മൂടി നിൽക്കും, പക്ഷെ മഴ പെയ്യില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു രാവിലെ മുതൽ. So in the beginning itself we can see the role of rain. Rain plays an important role in this story. അതുകൊണ്ടാണ് ബിഗിനിങ്ങിൽ ആ ഒരു റെയിനിനെ കുറിച്ചിട്ട്, മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും ആ റെയിനിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇവാൻ ഇവാനിച്ച്, the veterinary surgeon, and Bokin, the schoolmaster, were tired of walking and the field seems endless to them. So from this we can understand that they were walking through a field. Who are they? Ivan Ivanich, he was a surgeon, and Bokin, he was a schoolmaster. So Ivan Ivanich, he was a surgeon, Bokin, he was a schoolmaster. They were walking through the field and they were tired of walking and the fields seemed endless to them. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ആ ഒരു ഫീൽഡ് അങ്ങനെ എൻഡ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. ഫാർ എഹെഡ് ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ്മിൽസ് ഓഫ് ദ വില്ലേജ് ഓഫ് മിറോസ്കി. ഫാർ എഹെഡ്, തൊട്ട് മുന്നിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദേ കുഡ് ജസ്റ്റ് സീ ദ വിൻഡ്മിൽസ് ഓഫ് ദ വില്ലേജ്. വിൻഡ് മില്ല്, തൊട്ടടുത്തുള്ള വില്ലേജ് ആയിട്ടുള്ള മിറോസ്കിയിലെ വിൻഡ് മില്ലുകൾ അവർക്ക് തൊട്ട് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അഗെയിൻ ദേ ഹാവ് ടു വാക്ക് എ ലോട്ട്. In the calm weather, when all nature seemed gentle and melancholic, Ivan Ivanich and Bokin were filled with love for the fields and thought how grand and beautiful the country was. In the calm weather, when all nature seemed gentle and melancholic, അങ്ങനെ calm ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, when all nature seemed gentle and melancholic, പ്രകൃതി മുഴുവനും ജെന്റിലായിട്ടും കാമായിട്ടും, അതുപോലെ ഒരു മഴക്കാറൊക്കെ മൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ സാഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ മെലങ്കളിക് എന്ന് പറഞ്ഞാൽ ദുഃഖ സാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ വെർ ഫീൽഡ് വിത്ത് ലവ് ഫോർ ദ ഫീൽഡ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിലൂടെ അവർ നടന്നു പോകുമ്പോൾ ദേ ഫെൽറ്റ് ലവ് ടുവാർഡ്സ് ദ ഫീൽഡ്. അതായത് അവർ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി, ദേ ആർ എൻജോയിങ് ദാറ്റ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് വാക്കിംഗ്. അപ്പോൾ ഫീൽഡിലൂടെ നടന്നു പോകുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്, ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി അവർ എൻജോയ് ചെയ്തിട്ടാണ് നടന്നു പോകുന്നത്. തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. ഇവിടെ കൺട്രി എന്നുള്ളതിന് മീനിങ് വില്ലേജ് എന്നുള്ളതാണ്. അപ്പോൾ കൺട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് വില്ലേജ് എന്നുള്ള മീനിങ്ങിലാണ്. ആൻഡ് തോട്ട് ഹൗ ഗ്രാൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ദ കൺട്രി വാസ്. എത്രത്തോളം മഹത്തരമാണ്, അതുപോലെ എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു വില്ലേജാണ്, വില്ലേജിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അവർ ആലോചിക്കുകയാണ്. ഓക്കെ. ലാസ്റ്റ് ടൈം വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ് സെഡ് ബോക്കിൻ, യു ആർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി. ലാസ്റ്റ് ടൈം, അത് കഴിഞ്ഞ തവണ നമ്മൾ വെൻ വി സ്റ്റോപ്ഡ് ഇൻ പ്രൊക്കോഫീസ് ഷെഡ്, പ്രൊക്കോഫിയുടെ ഷെഡിൽ നമ്മൾ നിന്ന സമയത്ത് യു ആർ ഗോയിങ് ടു ടെൽ മീ എ സ്റ്റോറി, നിങ്ങൾ എന്നോടൊരു കഥ പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, ഐ വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് മൈ ബ്രദർ. അതെ, ഞാൻ എൻ്റെ ബ്രദറിനെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങുമായിരുന്നു എന്ന് ആര് പറയും? ഇവാൻ പറയും. ഇത് ബോർക്കിൻ ഇവാനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ തവണ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു ഷെഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്നോടൊരു കഥ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവാൻ പറയാണ്, ഞാൻ കഥ പറയാൻ ഉദ്ദേശിച്ചത് ആരുടെ കഥയാണ്? his own brother. Ivan Ivanich took a deep breath and lighted his pipe before beginning his story. But just then the rain began to fall. Ivan Ivanich took a deep breath. Ivan Ivanich ഒരു ദീർഘനിശ്വാസം എടുക്കുകയാണ്. And lighted his pipe before beginning his story. അങ്ങനെ സിഗരറ്റ് അത് കത്തിക്കുകയാണ്. Just then the rain began to fall. ആ ഒരു സമയത്ത് തന്നെ just then the rain began to fall. ആ ഒരു ടൈമിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. And in about 5 minutes it came pelting down and showed no signs of stopping. And in about 5 minutes, 5 നിമിഷത്തിനുള്ളിൽ it came pelting down. Pelting എന്ന് പറഞ്ഞാൽ falling heavily. അതിശക്തമായിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ആ മഴ അതിശക്തമാവാൻ തുടങ്ങി. And showed no signs of stopping. അപ്പോഴൊന്നും നിർത്തേണ്ട ആ ഒരു ഇതിലല്ല. ഓക്കെ. We ought to take shelter, said Borkin. Let us go to Ali Hawkins. It is close by. അപ്പോൾ നമുക്കൊരു ഷെൽട്ടർ എന്തായാലും ആവശ്യമാണ്. ബിക്കോസ് ഇറ്റ് വാസ് എ ഹെവി റെയിൻ, സോ ദേ ഹാവ് ടു ടേക്ക് ഷെൽട്ടർ. സോ ഹി ടോൾഡ് വി ഓട്ട് ടു ടേക്ക് ഷെൽട്ടർ, സെഡ് ബോർക്കിൻ. ലെറ്റ് us go to Ali Hawkins. It is close by. Close by means near. So we can take shelter on Ali Hawkins' house. It is near. House or something. Very well. Okay. They took a shortcut over a stubble field until they came to the road. They took a shortcut. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അവരൊരു ഷോർട്ട് കട്ടിലൂടെയാണ് എങ്ങോട്ട് എത്തുന്നത്? റോഡിലോട്ട് എത്തുന്നത്. ദേ ടുക്ക് എ ഷോർട്ട് കട്ട് ഓവർ എ സ്റ്റബിൾ ഫീൽഡ്. ഇപ്പോൾ ഫീൽഡൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും? പൊതുവെ വരമ്പുകൾ ഉണ്ടാവും.
അപ്പോൾ ഈ വനമ്പുകളില്ലാതെ ഷോർട്ട് കട്ടിലൂടെ എത്തണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലൂടെ അങ്ങ് ക്രോസ് ചെയ്ത് പോവാം. അതാണ് സ്റ്റബിൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫീൽഡിൽ നിൽക്കുന്ന ആ കുറ്റികൾക്കാണെന്ന് പറയാം സ്റ്റബിൾ. അപ്പോൾ ആ കുറ്റികളൊക്കെ നിറഞ്ഞുള്ള ആ വഴിയിലൂടെ, ആ ഷോർട്ട് കട്ടിലൂടെ അവർ വേഗം റോഡിലേക്ക് എത്തും. സോൺ ദേ കെയിം ടു എ വൈഡ് റോഡ് വിത്ത് എ മിൽ ആൻഡ് എ വൈറ്റ് ബാത്തിങ് ഷെഡ്. പെട്ടെന്ന് തന്നെ അവരൊരു വിശാലമായിട്ടുള്ള റോഡിലോട്ട് എത്തും. വിത്ത് എ മിൽ, ദർ വാസ് എ മിൽ ആൻഡ് എ വൈറ്റ് ബാത്തിങ് ഷെഡ്. ഇറ്റ് വാസ് സോഫിനോ വേർ അലി ഹോക്കിൻ ലിവ്ഡ്. സോഫിനോ, ദാറ്റ്സ് ദ നെയിം ഓഫ് ദ പ്ലേസ്. അപ്പോൾ അത് ആ പ്ലേസ് ഏതാണ്? ഇറ്റ് ഈസ് ദ നെയിം ഓഫ് സോഫിനോ. ദ നെയിം ഓഫ് ദാറ്റ് പ്ലേസ് ഇസ് സോഫിനോ വേർ അലി ഹോക്കിൻ ലിവ്. അലി ഹോക്കിൻ താമസിക്കുന്ന പ്ലേസിലേക്ക് അവരെത്താണ്. ഓക്കെ. ദ മിൽ വാസ് വർക്കിംഗ് ഡ്രൗണിങ് ദ സൗണ്ട് ഓഫ് ദ റെയിൻ. അങ്ങനെ മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. മഴയുടെ ശബ്ദമുണ്ട്. ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ മഴയുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ, അതായത് രണ്ടും തമ്മിലുള്ള ഒരു മത്സരം പോലെ മഴയുടെ ശബ്ദമുണ്ട്, അതിനേക്കാൾ ഉച്ചത്തിൽ മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് വെറ്റ്, മഡി ആൻഡ് അൺപ്ലസൻറ്റ് ആൻഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോക്കിൻ felt wet and uncomfortable through and through. Their feet were tired with walking in the mud. It was wet, muddy and unpleasant. അപ്പോൾ അത്രയും മഴയൊക്കെ പെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് വാസ് വെറ്റ്, മഡി ആൻഡ് അൺപ്ലസൻറ്റ്. നനഞ്ഞിട്ടുണ്ട്, അതുപോലെ ചെളിയുണ്ട്, അതുപോലെ അൺപ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിംഗ് ഫെൽറ്റ് വെറ്റ് ആൻഡ് അൺകംഫർട്ടബിൾ ത്രൂ ആൻഡ് ത്രൂ. Through and through, it is a phrase. The meaning of through and through is completely. So they became wet completely. And they felt uncomfortable. അപ്പോൾ നനഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട്. So they felt uncomfortable. Their feet were tired with walking in the mud. അങ്ങനെ ചളിയിലൂടെയൊക്കെ നടന്നിട്ട് അവരാകെ ക്ഷീണിച്ചിട്ടാണ് നിൽക്കുന്നത്. In one of the barns, a winnowing machine was working, sending out clouds of dust. In one of the barns. അങ്ങനെ barn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a large room for keeping grains. അത് ഫീൽഡിനൊക്കെ അടുത്തായിട്ടുണ്ടാവും ബാൺ. ഇത് ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള വലിയ ഒരു സ്ഥലത്തിനാണ് പറയുന്നത് എന്ത്? ബാൺ. അത് ഫാം ഹൗസ്. ബാൺ എന്ന് പറഞ്ഞാൽ ഫാം ഹൗസ്. ഇറ്റ് ഈസ് ദർ ഇസ് എ വിന്നോയിങ് മെഷീൻ വാസ് വർക്കിംഗ്. വിന്നോയിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെല്ലൊക്കെ കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു നെല്ലല്ലാത്ത സംഭവങ്ങളുണ്ടാവും, അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വിന്നോയിങ് മെഷീൻ. അത് പതിരൊക്കെ ചേറി കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് വിന്നോയിങ് മെഷീൻ. ഇറ്റ് വാസ് വർക്കിംഗ് സെൻഡിങ് ഔട്ട് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ്. അത് പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ധാന്യങ്ങളിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് വിന്നോയിങ് മെഷീൻ. സോ ദാറ്റ് വിന്നോയിങ് മെഷീൻ വാസ് വർക്കിംഗ് ദർ. ഓൺ ദ ത്രെഷോൾഡ് സ്റ്റുഡ് അലി ഹോക്കിൻ ഹിംസെൽഫ്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പടിയിൽ എൻട്രൻസിൽ തന്നെ ആര് നിൽക്കുന്നുണ്ട്? അലി ഹോക്കിൻ വാസ് സ്റ്റാൻഡിങ്. ആൻഡ് ഹൗ വാസ് ഹി? What is the appearance of Ali Hawkin? He was a man about 40, tall and stout. അപ്പോൾ ഏകദേശം ഒരു 40 വയസ്സായിട്ടുള്ള മനുഷ്യനാണ്. He was tall, നല്ല ഉയരമുണ്ട്. He was stout, തടിച്ച ആളാണ്. വിത്ത് ലോങ് ഹെയർ, നീണ്ടു കിടക്കുന്ന മുടിയുണ്ട്. ആൻഡ് he looks more like a professor or a painter than a farmer. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫാർമർ ആണെന്ന് തോന്നില്ല. അതിനേക്കാൾ കൂടുതൽ ഒരു മാച്ചിങ് വരുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഫാർമർ ആണെന്ന് തോന്നില്ല, ബട്ട് ആരാണെന്ന് തോന്നുക? പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. He was wearing a grimy white shirt and rope belt and pants instead of trousers, and his boots were covered with mud and straw. He was wearing a grimy. Grimy means covered with dirt. അത് ഫുൾ ചളിയും അഴുക്കും ഒക്കെ ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ട്. ദെൻ എ റോപ്പ് ബെൽറ്റ്, റോപ്പ് കൊണ്ടുള്ള ബെൽറ്റ് ഉണ്ട്. പിന്നെ പാൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൗസേഴ്സ്, ട്രൗസേഴ്സിന് പകരം നീണ്ടുള്ള പാൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹിസ് ബൂട്ട്സ് വർ കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. അപ്പോൾ ബൂട്ട് കാലിൽ ആ ബൂട്ട് എന്താണ്? ഇറ്റ് ഈസ് കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. ചെളിയും അതുപോലെ വൈക്കോലും ഒക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഹിസ് നോസ് ആൻഡ് ഐസ് വർ ബ്ലാക്ക് വിത്ത് ഡസ്റ്റ്. കണ്ണുകളും അതുപോലെ നോസും ഒക്കെ ആകെ ഇങ്ങനെ ഡസ്റ്റിൽ കവർ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ കറുത്ത കളറായിട്ടുണ്ട്. ഹി റെക്കഗ്നൈസ്ഡ് ഇവാൻ ഇവാനിച്ച് ആൻഡ് വാസ് അപ്പാരൻ്റ്ലി വെരി പ്ലീസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവാൻ ഇവാനിച്ചിനെ മനസ്സിലാവാണ്. ആൻഡ് വാസ് അപ്പാരൻ്റ്ലി വെരി പ്ലീസ്ഡ്. ഒരുപാട് ഹാപ്പിനെസ് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതായത് ഇവാൻ ഇവാനിച്ചിനെ കാണുമ്പോൾ ഹി വാസ് സോ ഹാപ്പി. Please gentlemen, he said, go to the house, I will be with you in a minute. അപ്പോൾ പറയാണ് പ്ലീസ് ജെന്റിൽമെൻ, വിസിറ്റേഴ്സ് ആണ് അല്ലെ, ഗസ്റ്റ് ആണ്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാണ്. യു ഗോ ടു ദ ഹൗസ്, നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളൂ. ഐ വിൽ ബി വിത്ത് യു ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്താം. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു വാക്ക്. ദേ റീച്ച്ഡ് ദർ. ദ ഹൗസ് വാസ് ലാർജ് ആൻഡ് 2 storied. അപ്പോൾ അലി ഹോക്കിൻ്റെ വീട്ടിൽ അവരെത്തും. ആ വീട് വലിയൊരു വീടാണ്. ആൻഡ് 2 storied, അത് 2 നിലയുള്ള വീടാണ്. Ali Hawkin lived downstairs in 2 vaulted rooms with little windows. Ali Hawkin എവിടെ ജീവിക്കുന്നത്? He lived downstairs.
താഴത്തെ നിലയിലാണ് അലി ഹോക്കിൻ ജീവിക്കുന്നത്. ഇൻ 2 vaulted rooms. അത് 2 vaulted rooms എന്ന് പറഞ്ഞാൽ vaulted എന്ന് പറഞ്ഞാൽ സീലിംഗ്. ഇൻ 2 vaulted rooms with little windows. സീരീസ് ഓഫ് ആർച്ച്. vaulted എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സീലിംഗ് ഒക്കെ ഉള്ള ഒരു റൂമിലാണ് ആര് ജീവിക്കുന്നത്? അലി ഹോക്കിൻ ജീവിക്കുന്നത്. വിത്ത് ലിറ്റിൽ വിൻഡോസ്. വിൻഡോസ് ഒക്കെ ചെറുതാണ്. ഇവാൻ ഇവാനിച്ച് ആൻഡ് ബോർക്കിൻ were received by a chambermaid. അങ്ങനെ ഇവാൻ ഇവാനിച്ചും ബോർക്കിനും ഒരു ലേഡി വന്നിട്ട് റിസീവ് ചെയ്യാണ്. ചാമ്പർമെയ്ഡ് മീൻസ് ഹിയർ ഇറ്റ് മീൻസ് റൂം ക്ലീനർ. അപ്പോൾ വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡി ഉണ്ട്. അവർ വന്നിട്ട് ഈ ഇവാൻ ഇവാനിച്ചിനും അതുപോലെ ബോർക്കിനെയും റിസീവ് ചെയ്യും. യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെന്റിൽമാൻ സെഡ് അലി ഹോക്കിൻ. അപ്പോൾ അലി ഹോക്കിൻ എന്ത് പറയും? യു കനോട്ട് ഇമാജിൻ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങളെ കണ്ടതിൽ. സെഡ് അലി ഹോക്കിൻ കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ. അങ്ങനെ അവരുടെ നേരെ വന്നിട്ട് പറയാണ്. ഐ നെവർ എക്സ്പെക്റ്റഡ് യു പെലാഗയ, ഹി സെഡ് ടു ദ മെയ്ഡ്, ഗീവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. അപ്പോൾ പെലാഗോ എന്ന് പറയുന്നത് ആ ലേഡിയുടെ പേരാണ്. ഐ നെവർ എക്സ്പെക്റ്റഡ് യു, ഹി സെഡ് ടു ദ മെയ്ഡ്, ഗീവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഡ്രസ്സ് കൊടുക്കൂ. ആൻഡ് ഐ വിൽ ചേഞ്ച് ടു, ഞാനും മാറ്റട്ടെ. ബട്ട് ഐ മസ്റ്റ് ഹാവ് എ ബാത്ത്. ബട്ട് ബിഫോർ ചേഞ്ചിങ് മൈ ക്ലോത്ത്സ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത്. ഐ ഹാവൻറ്റ് ഹാഡ് വൺ സിൻസ് ദ സ്പ്രിങ്. അപ്പോൾ കഴിഞ്ഞ സ്പ്രിംഗ് സീസൺ മുതൽ ഞാൻ കുളിച്ചിട്ടില്ല എന്നാണ് ഈ അലി ഹോക്കിൻ പറയുന്നത്. വുഡൻറ്റ് യു ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷെഡ് ആൻഡ് മീൻ വൈൽ അവർ തിങ്സ് വിൽ ബി ഗോട്ട് റെഡി. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടെ വരുന്നുണ്ടോ ബാത്തിങ് ഷെഡിലോട്ട്? ആൻഡ് മീൻ വൈൽ, അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അലി ഹോക്കിൻ ലെഡ് ഹിസ് ഗസ്റ്റ് ടു ദ ബാത്തിങ് ഷെഡ്. അങ്ങനെ അലി ഹോക്കിൻ എന്ത് ചെയ്യും? ഗസ്റ്റുകളെ ബാത്തിങ് ഷെഡിലോട്ട് കൊണ്ടുപോവാണ്. യെസ് ഹി സെഡ്, ഇറ്റ് ഈസ് എ ലോങ് ടൈം സിൻസ് ഐ ഹാഡ് എ ബാത്ത്. ഞാൻ കുളിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി എന്ന് അലി ഹോക്കിൻ പറയുന്നുണ്ട്. മൈ ബാത്തിങ് ഷെഡ് ഈസ് ഓൾ റൈറ്റ് ആസ് യു സീ. എൻ്റെ ബാത്തിങ് ഷെഡ് നിങ്ങൾ നോക്കൂ. മൈ ഫാദർ ആൻഡ് ഐ പുട്ട് ഇറ്റ് അപ്പ്. ഞാനും എൻ്റെ ഫാദറും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പുട്ട് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മെയ്ഡ്, ബിൽഡ്. ബട്ട് സംഹൗ ഐ ഹാവ് നോ ടൈം ടു ബാത്ത്. പക്ഷെ എന്തോ എൻ്റെ ഒരു കഷ്ടകാലത്തിന് എനിക്ക് കുളിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഹീ സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് ആൻഡ് ലാദർഡ് ഹിസ് ലോങ് ഹെയർ ആൻഡ് നെക്ക് ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കേം ബ്രൗൺ. അങ്ങനെ എന്ത് ചെയ്യും? ഹീ സാറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ആൻഡ് ലാദർഡ് ഹിസ് ലോങ് ഹെയർ. ലാദർഡ് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ അങ്ങനെ ശരിയാക്കുന്ന സമയത്ത്. ആൻഡ് ദ വാട്ടർ റൗണ്ട് ഹിം ബിക്കേം ബ്രൗൺ. അങ്ങനെ ഹെയറും അതുപോലെ നെക്കൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ദ വാട്ടർ അറൗണ്ട് ഹിം ബിക്കേം ബ്രൗൺ എന്ന് പറഞ്ഞാൽ അത്രയും ഡേർട്ടിനെസ് ഉണ്ട്, അത്രയും ഡേർട്ട് ഉണ്ട് മേല്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ചുറ്റിലുമുള്ള വെള്ളം ബ്രൗൺ കളറാവുകയാണ് ബിക്കോസ് ഓഫ് ദ മഡ്. ഇവാൻ ഇവാനിച്ച് കെയിം ഔട്ട് ഓഫ് ദ ഷെഡ്, plunged into the water with a splash and swam about in the rain. അപ്പോൾ ഇവാൻ ഇവാനിച്ച് എന്ത് ചെയ്യും? He came out of the shed. ഇവാൻ ഇവാനിച്ച് ഷെഡിൽ നിന്ന് പുറത്തേക്ക് വരും. ആൻഡ് ഹി പ്ലഞ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്. പ്ലഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് വീഴുകയാണ്. പ്ലഞ്ച്ഡ് ഇൻ ടു ദ വാട്ടർ വിത്ത് എ സ്പ്ലാഷ്, ഒരു സ്പ്ലാഷ് സൗണ്ടോട് കൂടിയിട്ട് വെള്ളത്തിലേക്ക് വീഴും. ആൻഡ് സ്വാം അബൌട്ട് ഇൻ ദ റെയിൻ, അങ്ങനെ മഴവെള്ളത്തിൽ നീന്തുകയാണ്. സ്വാം, ഇറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് സ്വിം. Flapping his arms and sending waves back, he swam out to the middle of the pool and dived, trying to reach the bottom. He swam out to the middle of the pool. അങ്ങനെ ആ ഒരു കുളത്തിൻ്റെ നടുവിലേക്ക് എത്തും. Then he tried to reach the bottom. ഡൈവ് ചെയ്യാണ്, താഴോട്ട് പോവാണ് വെള്ളത്തിൻ്റെ. How delicious, he shouted in his glee. അപ്പോൾ അദ്ദേഹം അത്രയും ഹാപ്പിയാണ്. How delicious, Borkin and Aly Hokin were already dressed and ready to go. അപ്പോൾ ഇവാൻ ഇവാനിച്ചാണ് വെള്ളത്തിൽ നീന്തുന്ന ആള്. ബോർക്കിൻ ആൻഡ് അലി ഹോക്കിൻ they finished their bathing and they were already dressed and they are ready to go, but he kept on swimming and diving. പക്ഷെ ഇവാൻ ഇവാനിച്ച് he was still swimming. Delicious, he said. Here delicious means wonderful. Too wonderful, you had enough, shouted Borkin. അപ്പോൾ പറയണ നീ മതിയോളം നീന്തിയിട്ട് വന്നാൽ മതി, shouted Borkin. They went to the house and only when the lamp was lit in the large drawing room upstairs and Borkin and Ivan Ivanich dressed in silk dressing gowns. അങ്ങനെ അവർ വീട്ടിലെത്തും. ആൻഡ് ഓൺലി വെൻ ദ ലാമ്പ് വാസ് ലിറ്റ് ഇൻ ദ ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്. ഇപ്പോൾ എപ്പോഴാണ് എത്തുന്നത്? വിളക്ക് കത്തിക്കുന്ന സമയം മീൻസ് ഇറ്റ് ബിക്കേം നൈറ്റ്. ആൻഡ് ബോർക്കിൻ ആൻഡ് ഇവാൻ ഇവാനിച്ച് ദേ വിയർ സിൽക്ക് ഡ്രസ് ഗൗൺസ് ആൻഡ് വാം സ്ലിപ്പേഴ്സ് ലോഞ്ച്ഡ് ഇൻ ചെയേഴ്സ്. ലോഞ്ച് മീൻസ് സിറ്റിംഗ് ഇൻ എ ലേസി വേ, അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് അവർ ചെയറിലിരിക്കുകയാണ്. ആൻഡ് അലി ഹോക്കിൻ ഹിംസെൽഫ് വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ് ഇൻ എ ന്യൂ ഫ്രോക്ക് കോട്ട് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അലി ഹോക്കിൻ അതുപോലെ ഹി വാഷ്ഡ് ആൻഡ് ബ്രഷ്ഡ് ഇൻ എ ന്യൂ ഫ്രോക്ക് കോട്ട്, ഒരു ഫ്രോക്കൊക്കെ ഒരു കോട്ടൊക്കെ ധരിച്ച്
പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഡിഡ് ഇവാൻ ഇവാനിച്ച് ബിഗിൻ ഹിസ് സ്റ്റോറി. അങ്ങനെ ഈ ഒരു സമയത്താണ് ഇവാൻ ഇവാനിച്ച് തൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ, അപ് ടു ഹിയർ വി ക്യാൻ സ്റ്റോപ്പ് അവർ ടുഡേസ് ക്ലാസ്. So the name of our lesson, Gooseberry. Here we met two brothers, Ivan Ivanich. Two brothers we are going to meet. This is the story of two brothers, and one is Ivan Ivanich, and about the another brother, he is ready to say the story. So what is the story? That everything we will discuss in the next class. Okay, thank you.